ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രിയമുള്ള നാട്ടുകാരെ, സഹോദരിമാരെ, മുത്താലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടലിനെ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ വിഷയം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ജീവിതത്തിലേക്ക് ആവശ്യമായ അറിവുകൾ കരഗതമാക്കാൻ, ആർജിച്ചെടുക്കാൻ സഹായിക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. മനുഷ്യ ജീവിതത്തിൻ്റെ വിജയത്തിന് അനിവാര്യമാകുന്ന, ആവശ്യമാകുന്ന ഘടകങ്ങളെ ആർജിച്ചെടുക്കാൻ ചില അറിവുകൾ അനിവാര്യമാണ്, ചില അറിവുകൾ ആവശ്യമാണ്. ആ അറിവുകൾ നേടിയെടുക്കാൻ സഹായിക്കുന്ന പ്രക്രിയയ്ക്കാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിന്റെ നിർവചനത്തിൽ ഒരു മുസ്ലിം വിദ്യാഭ്യാസത്തെ നിർവചിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ വിജയത്തിന് ആവശ്യമായ അറിവ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് അത് ദീനിയായ അറിവ് തന്നെയാണ്. കാരണം ഒരു മുസ്ലിമിന്റെ വിശ്വാസം അനുസരിച്ച് അവന്റെ ഇഹത്തിലും പരത്തിലും, അവന്റെ ദുനിയാവിലും ആഖിറത്തിലും സമ്പൂർണമായ വിജയം ഉണ്ടാകുന്നത് ദീനിയായ ജീവിതത്തിലൂടെ മാത്രമാണ്. ദീൻ ഒഴിച്ചു നിർത്തിക്കൊണ്ട് മനുഷ്യൻ ജീവിച്ചാൽ ഉറപ്പായും അവൻ ഒരിക്കലും വിജയത്തിലേക്ക് എത്താൻ ഒരു സാധ്യതയുമില്ല. ഇപ്പൊ വിജയത്തിന് ആവശ്യമായ അറിവുകൾ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് അത് ദീനിയായ അറിവ് തന്നെയാണ്. അതുകൂടാതെ ഭൗതിക ജീവിതത്തിൽ ആവശ്യമായ തൊഴിലുകൾ, മനുഷ്യനൊരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവൻ ആവശ്യമാകുന്ന ചില സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ, സ്വഭാവ മൂല്യങ്ങൾ, ഇവകളെയൊക്കെ സംബന്ധിച്ച് പഠിക്കൽ, ഇതെല്ലാം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. ഇസ്ലാം വിദ്യാഭ്യാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് കാണുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി വഹി അവതരിച്ചത് സൂറത്തുൽ അലഖിൽ ആദ്യത്തെ 5 ആയത്തുകളിലാണ്. ആദ്യത്തെ പദം ഇഖ്റ, താങ്കൾ ഓതുക, താങ്കൾ വായിക്കുക, താങ്കൾ പഠിക്കുക. വിദ്യാഭ്യാസം നേടാനാണ് ഇസ്ലാമിന്റെ ആദ്യത്തെ നിർദ്ദേശം. പഠിക്കാനാണ് പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി നമ്മളോട് പറയുന്നത്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇൽമുണ്ടാകുന്നതനുസരിച്ചാണ് ഇസ്ലാമിന്റെ ജീവൻ നിലനിൽക്കുന്നത്. ഒരു സമൂഹത്തെ ആകമാനം മാറ്റിയെടുക്കാൻ കഴിയുന്ന, ഒരു സമൂഹത്തെ ഒരു സമൂഹത്തിന്റെ സ്വഭാവത്തെ, അവരുടെ സംസ്കാരത്തെ, അവരുടെ രീതിയെ ഒക്കെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു ഉപാധിയാണ്, പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് വിദ്യാഭ്യാസം. നമുക്കൊക്കെ അറിയാം, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു.
വർഷങ്ങളോളം ഇന്ത്യക്കാരെ അടിമകളാക്കി ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അടക്കി വാണു. ഇതൊരിക്കലും അവരുടെ കായിക ബലം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക ശേഷി കൊണ്ടോ ഒന്നും ആയിരുന്നില്ല. ഇന്ത്യക്കാരെ അവർ അടിമകളാക്കിയത്, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം ചെലുത്തിയത് എങ്ങനെയെന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ഈ വിദ്യാഭ്യാസത്തിലൂടെ ആയിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയും. ഇന്ത്യക്കാർ അവരുടെ ആദ്യം മുതലെയുള്ള അവരുടെ സംസ്കാരം പഠിപ്പിച്ചു, അവരുടെ പരമ്പരാഗതമായ സംസ്കാരത്തെ പഠിപ്പിച്ചിരുന്ന മുഴുവൻ പുസ്തകങ്ങളും ആ കരിക്കുലങ്ങളൊക്കെ പൂർണ്ണമായും മാറ്റിയിട്ട് ബ്രിട്ടീഷ് വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ചുകൊണ്ട് 1834 തോന്നുന്നു ഇന്ത്യൻ പീനൽ കോഡിന്റെ പിതാവെന്നറിയപ്പെടുന്ന മക്കാലെ പ്രഭു എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിദ്യാഭ്യാസ നയം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഈ വിദ്യാഭ്യാസത്തെ ബ്രിട്ടീഷുകാർ, നമ്മുടെ ഈ വിദ്യാഭ്യാസത്തെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിൻ്റെ ലക്ഷ്യം ഈ ഇന്ത്യക്കാര് അവരുടെ നിറത്തിലും അവരുടെ ഭാഷയിലും അവരുടെ എല്ലാ അവസ്ഥയും ഉള്ളതിനോടൊപ്പം തന്നെ അവരെ സാംസ്കാരികമായി മാറ്റിയെടുക്കാൻ, അവരുടെ ചിന്താപരമായും അവരുടെ ബുദ്ധിപരമായും അവരുടെ സാംസ്കാരികമായും ഒക്കെ അവനൊരു ബ്രിട്ടീഷുകാരനാക്കി മാറ്റുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ വിദ്യാഭ്യാസത്തിലൂടെ ഉദ്ദേശിക്കുന്ന, ലക്ഷ്യമാക്കുന്ന സംഗതി എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പിന്നീട് സംഭവിക്കുകയാണ്. ഇന്ത്യക്കാരെ അധികം ആളുകളും അവരുടെ സംസ്കാരത്തെ ഉപേക്ഷിച്ച് ബ്രിട്ടീഷുകാരൻ്റെ, ഇംഗ്ലീഷുകാരൻ്റെ ചീഞ്ഞളിഞ്ഞ സംസ്കാരം തലയിലേറ്റുകയാണ്. ഇന്നും മുസ്ലിം വീടുകളിൽ പോലും, മുസ്ലിം നാമധാരികളായ നമ്മളിൽ പോലും, നമ്മുടെ വീടുകളിൽ പോലും, നമ്മുടെ കുട്ടികളിൽ പോലും ആ സംസ്കാരം ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്, മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. മറ്റെല്ലാ സംസ്കാരത്തെക്കാളും മറ്റെല്ലാത്തിനേക്കാളും നമ്മൾ ആ പാശ്ചാത്യൻ്റെ സംസ്കാരത്തെ നമ്മൾ ഇഷ്ടപ്പെടുകയാണ്. നമ്മളതിനെ വാരിപ്പുണർന്നു എന്ന് വേണമെങ്കിൽ പറയാം. യഥാർത്ഥത്തിൽ ഇസ്ലാമിക സംസ്കാരവും പാശ്ചാത്യ സംസ്കാരവും രണ്ടാണ്. പാശ്ചാത്യൻ പെണ്ണുങ്ങളോട് തുണി അഴിക്കാൻ പറയുമ്പോൾ ഇസ്ലാം തുണി ഉടുക്കാനാണ് പറയുന്നത്. ഇസ്ലാം നന്മയിലേക്ക് കൽപ്പിക്കുമ്പോൾ, നന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ നന്മകളും കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. എല്ലാ മോശത്തരങ്ങളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും വിരോധിക്കുന്ന മതമാണ് ദീനുൽ ഇസ്ലാം. അല്ലാഹു തആല എല്ലാ നന്മകളെയും കൽപ്പിക്കുന്നു, എല്ലാ തിന്മകളിൽ നിന്നും അല്ലാഹു തടയുകയും ചെയ്യുന്നു. ഈ നിലയിൽ നന്മകളെല്ലാം പറയുന്ന ഈ മതത്തിന്റെ നേരെ വിപരീതമാണ് പാശ്ചാത്യ സംസ്കാരം. ജനിക്കുന്ന കുഞ്ഞിന് വേണമെങ്കിൽ പുരുഷനായി ജനിക്കുന്ന, ആണായി ജനിക്കുന്ന കുഞ്ഞിന് വേണമെങ്കിൽ പെണ്ണായി ജീവിക്കാനുള്ള അവകാശം നൽകുകയാണ് പാശ്ചാത്യൻ. എന്നാൽ ഇസ്ലാം പറയുന്നത് ഒരിക്കലും ആണ് പെണ്ണാകുകയില്ല, പെണ്ണാണുമാകുകയില്ല. ഈ നിലയിൽ എല്ലാത്തിനും നേരെ വിപരീതമാണ് പാശ്ചാത്യൻ. അതുകൊണ്ട് തന്നെ ഒരാൾ പാശ്ചാത്യ സംസ്കാരത്തെ ഇഷ്ടപ്പെട്ടാൽ അവൻ ഇസ്ലാമിക സംസ്കാരത്തെ ഉപേക്ഷിച്ചു എന്നർത്ഥം. ഇസ്ലാമിൽ നിന്നും മനസ്സുകൊണ്ട് പുറത്തുപോയി എന്നാണ് അർത്ഥം. അവൻ ചിന്താപരമായി ഇസ്ലാമിന്റെ വെളിയിൽ ഇർത്തിദാദ് സംഭവിച്ചു എന്നാണ് അർത്ഥം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, ഈ എൻ്റെ ദീനിൽ നിന്നും എൻ്റെ ഇബാദത്തിൽ നിന്നും ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും മനുഷ്യന്മാർ അഹങ്കാരത്തോടെ മറ്റ് ഇസങ്ങളിലേക്ക്, മറ്റ് പാതകളിലേക്ക് ചേക്കേറിയാൽ ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവൻ ആഖിറത്തിൽ നരകമല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. ഇന്ന് മുസ്ലിമീങ്ങളായ നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നുള്ള മക്കളെ US, UK പോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് വിട്ടു പഠിപ്പിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന വലിയ അപകടം അത് ഈ അടുത്ത കാലത്ത് തന്നെ നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നന്നായി പള്ളിയിൽ വന്ന് നമസ്കരിച്ചിരുന്ന, ഇസ്ലാമിനോട് അടുത്ത് ജീവിച്ചിരുന്ന പല സുഹൃത്തുക്കളും UK പോയതിനു ശേഷം അവരുടെ സംസ്കാരമാകെ മാറി, അവരുടെ രീതിയാകെ മാറി. നന്നായി പാവങ്ങളെയൊക്കെ സഹായിച്ചിരുന്നൊരു സുഹൃത്തുണ്ടായിരുന്നു, കൃത്യമായി നമസ്കരിച്ചിരുന്നൊരു സുഹൃത്തുണ്ടായിരുന്നു. UK പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഒരു സംഭാവനയുമായി ബന്ധപ്പെട്ട് അവനോട് സംസാരിച്ചപ്പോൾ അവൻ സംഭാവന അയച്ചു തന്നു. പക്ഷെ വളരെ കുറഞ്ഞ സംഖ്യ മാത്രമാണ് തന്നത്. സാധാരണ തരുന്നതിനേക്കാൾ, ഇവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ ചെറിയ സംഖ്യ. അവസാനം ഞാൻ അവനോട് പറഞ്ഞു, നീ എന്താണെങ്കിലും സംഭാവന കൊടുക്കുന്നുണ്ട്, സക്കാത്തിന്റെ നിയ്യത്തിൽ കൊടുക്കും.
അവൻ പറഞ്ഞ വാക്കിങ്ങനെയാണ്, എന്തിനാണ് സക്കാത്ത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്? കൊടുത്താൽ പോരെ, ജീവിച്ചാൽ പോരെ, ആളുകളെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സഹായിച്ചാൽ പോരെ. അതായത് നമസ്കാരം, സക്കാത്ത് പോലെയുള്ള ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളെ, ഫർളായതിനെ പോലും നിഷേധിക്കുന്ന വാക്കുകൾ പോലും അവൻ്റെ ഭാഗത്തു നിന്ന് കേൾക്കാൻ ഇടയാകുകയാണ്. ഈ നിലയിൽ ഇസ്ലാമിനെ പൂർണ്ണമായും പിന്തള്ളുന്ന തരത്തിലേക്ക് മുസ്ലിം ചെറുപ്പക്കാരെത്തി നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ പാശ്ചാത്യ സംസ്കാരത്തിന് പുൽകി എന്നതാണ്. ഈ നിലയിലായിത്തീർന്നത് ഈ വിദ്യാഭ്യാസത്തിലൂടെയാണ്. ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ മനുഷ്യൻ എത്തിച്ചേരുന്ന വലിയ അപകടമാണിത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാം വിദ്യാഭ്യാസത്തെ വളരെ വലിയ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് കാണുന്നത്. കാരണം ഒരു സമൂഹത്തിൽ ഇസ്ലാമിക വിദ്യാഭ്യാസം ഉണ്ടായാൽ ആ സമൂഹത്തിൽ ഇസ്ലാം വളർന്നു വരും. ഒരു സമൂഹത്തിൽ ഇസ്ലാമിക വിദ്യാഭ്യാസം കുറഞ്ഞു പോയാൽ, ഇല്ലാതായാൽ ആ സമൂഹത്തിൽ നിന്നും ദീൻ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിന്റെ ആദ്യത്തെ നിർദ്ദേശമായി ഇഖ്റ എന്ന് പറഞ്ഞത്. അതിനോട് ചേർത്ത് പടച്ചവൻ പറയുന്ന വാക്ക് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും പഠിച്ചുകൊള്ളൂ, നിങ്ങൾ എന്ത് വേണമെങ്കിലും പഠിച്ചുകൊള്ളൂ, പക്ഷെ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിനെ സ്മരിച്ചുകൊണ്ട് വേണം പഠിക്കാൻ. ആ റബ്ബിനെ മറന്നുകൊണ്ട് നിങ്ങൾ ഒരു വിദ്യാഭ്യാസവും നേടാൻ പാടില്ല. അള്ളാഹുവിനെ മറന്നുകൊണ്ട് വിദ്യാഭ്യാസം നേടൽ അപകടമാണ്. എന്തും പഠിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. ദീൻ തന്നെ പഠിക്കാൻ പാടുള്ളൂ. എല്ലാവരും ഹാഫിദും ആലിമും ആകണമെന്ന് എവിടെയും പറയുന്നില്ല. എല്ലാവരും ആലിമാകണമെന്ന് എവിടെയും പറയുന്നില്ല. പക്ഷെ എല്ലാവരും ദീനിയാകണം, ഇത് അനിവാര്യമാണ്. എല്ലാവരും ഹാഫിദാകണമെന്ന് എവിടെയും പറയുന്നില്ല. ഒരു നാട്ടിൽ ഒരു ഹാഫിദ്, ഒരു ആലിമുണ്ടായാൽ മതി. ഫർദ് കിഫായയാണ് ആലിമുണ്ടാകുക എന്ന് പറയുന്നത്. എന്നതുപോലെ തന്നെയാണ് ഒരു നാട്ടിൽ ഒരു ഡോക്ടർ ഉണ്ടാകൽ ഫർദ് കിഫായയാണ്. ഒരു നാട്ടിൽ ഒരു മുസ്ലിം വക്കീൽ ഉണ്ടാകൽ ഫർദ് കിഫായയാണ്. ഒരു നാട്ടിൽ മനുഷ്യന്റെ, ആ നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിമീങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ ഉണ്ടാകൽ ആ നാട്ടിൽ മുഴുവൻ മുസ്ലിമീങ്ങളുടെയും നിർബന്ധമായ ബാധ്യതയാണ്, ഫർദ് കിഫായയാണ്. ഒരിക്കലും ഇസ്ലാം ഭൗതിക വിദ്യാഭ്യാസത്തെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഒരിക്കലും ഇസ്ലാം LLB-യെ, MBBS-നെ, എഞ്ചിനീയറിങ്ങിനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഇസ്ലാം എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കുകയാണ് പരമാവധി. ഇതെല്ലാം ഫർദ് കിഫായയാണ്. ഒരു ആലിം ഉണ്ടാകൽ ഫർദ് കിഫായയായതുപോലെ ഒരു ഡോക്ടർ ഉണ്ടാകലും ഫർദ് കിഫായയാണ്. എല്ലാവരും ആലിമാകണ്ട, പക്ഷേ എല്ലാവരും ദീനിയാകണം. എല്ലാവരും ദീനിയാകണം. ഇഖ്റ, നിങ്ങൾ എന്തും പഠിച്ചുകൊള്ളുക, പക്ഷെ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, റബ്ബിന്റെ സ്മരണയിൽ ആയിരിക്കണം പഠിക്കേണ്ടത്. റബ്ബിനെ മറന്നുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അനുവാദമില്ല. അള്ളാഹുവിന്റെ സ്മരണയില്ലാത്ത എല്ലാം, അള്ളാഹുവിന്റെ സ്മരണയില്ലാത്ത മുഴുവൻ വസ്തുക്കളും ശാപത്തിലാണ്. അദ്ദുനിയ മൽഊനതുൻ വമൽഊനു മാ ഫീഹാ ഇല്ലാ ദിക്റല്ലാഹി വമാ വാലാഹു വആലിമുൻ ഔ മുതഅല്ലിമുൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, അള്ളാഹുവിന്റെ സ്മരണയില്ലാത്ത മുഴുവൻ സാധനങ്ങളും ഈ ദുനിയാവ് നിറയെ, അത് ഏത് തൊഴിലാണെങ്കിലും, ഈ സ്ത്രീകൾ വീട്ടുജോലി ചെയ്യുകയാണ്, അള്ളാഹുവിന്റെ സ്മരണയില്ല എങ്കിൽ ആ വീട്ടുജോലി ലഅനത്തിലാണ്, അള്ളാഹുവിന്റെ കരുണയിൽ നിന്നും വിദൂരത്തിലാണ്. ഒരാൾ ദീൻ പഠിക്കുകയാണ്, പക്ഷെ അള്ളാഹുവിന്റെ സ്മരണയില്ല എങ്കിൽ ആ മുതഅല്ലിമിന്റെ പഠനവും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും വിദൂരത്തിലാണ്. ഒരാൾ പള്ളിയിൽ ഖത്തീബാണ്, പക്ഷെ അയാൾക്ക് അള്ളാഹുവിന്റെ ദിക്ർ ഇല്ലാതെയാണ് ജീവിക്കുന്നതെങ്കിൽ അയാളും അള്ളാഹുവിന്റെ കരുണയിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും വിദൂരത്തിലാണ്. അദ്ദുനിയ മൽഊനതുൻ വമൽഊനു മാ ഫീഹാ, ഈ ഭൗതിക ലോകത്തിലുള്ള മുഴുവൻ വസ്തുക്കളും ലഅനത്തിലാണ്, അള്ളാഹുവിന്റെ ശാപത്തിലാണ്. ഇല്ലാ ദിക്റല്ലാഹി വമാ വാലാഹു വആലിമുൻ വമുതഅല്ലിമുൻ, അള്ളാഹുവിന്റെ ദിക്റും അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമുമായി ബന്ധപ്പെടുന്ന അതല്ലാത്ത മുഴുവൻ വസ്തുക്കളും ലഅനത്തിലാണ്, അള്ളാഹുവിന്റെ ശാപത്തിലാണ്. അപ്പൊ അള്ളാഹുവിന്റെ സ്മരണയില്ലാതെ, റബ്ബിന്റെ സ്മരണയില്ലാതെ നിങ്ങൾ വിദ്യാഭ്യാസം നേടാൻ പാടില്ല എന്നാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. ഈ ആയത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പരമാവധി പഠിക്കാനാണ് പറയുന്നത്, പരമാവധി വിദ്യാഭ്യാസം നേടാനാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ റബ്ബിന്റെ സ്മരണയിൽ മാത്രമേ നേടാൻ പാടുള്ളൂ. അള്ളാഹനെ മറന്നുകൊണ്ട് നിങ്ങൾ ഒന്നിനും പോകരുത്. വിദ്യാഭ്യാസം നേടാതിരിക്കുന്നത് വലിയ അപകടമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയായിരുന്നു. റസൂലുൽ ഉമ്മി, റസൂൽ ഉമ്മിയാണ്, നിരക്ഷരനാണ്, അക്ഷരാഭ്യാസം ഇല്ലാത്തയാളാണ്.
അതുകൊണ്ട് ഈ സമൂഹത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് റസൂലിനെ പോലെ അക്ഷരാഭ്യാസം ഇല്ലാതിരിക്കാൻ പാടുണ്ടോ? അതിൽ സുന്നത്തുണ്ടോ? അതിൽ ഒരു സുന്നത്തും ഇല്ല. പ്രിയമുള്ളവരെ, ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂൽ ഉമ്മിയായതാണ് റസൂലിന്റെ മഹത്വം. റസൂല് ഉമ്മിയായതാണ് റസൂലിന്റെ മഹത്വം. കാരണം നിരക്ഷരനായ അക്ഷരാഭ്യാസമില്ലാത്ത അള്ളാഹുവിന്റെ റസൂലിൽ മുഴുവൻ അറബികളെയും തോൽപ്പിച്ച് കളയുന്ന സാഹിത്യ സമ്പുഷ്ടമായ ഖുർആനിന്റെ വചനങ്ങൾ ഉമ്മിയായ, അക്ഷരം പോലും അറിഞ്ഞുകൂടാത്ത, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത റസൂൽ ഓതിയപ്പോഴാണ് അത് ആ ഖുർആൻ മുഅ്ജിസത്തായി മാറുന്നത്. വിദ്യാഭ്യാസം ഉണ്ടായിരുന്നയാളാണ് റസൂലെങ്കിൽ, റസൂൽ ഉമ്മി അല്ലായിരുന്നുവെങ്കിൽ, ശരിക്കും ശ്രദ്ധിക്കണം, റസൂൽ ഉമ്മി അല്ലായിരുന്നുവെങ്കിൽ ഈ വിശുദ്ധ ഖുർആൻ റസൂൽ കൊണ്ടുവരുമ്പോൾ ആർക്ക് വേണമെങ്കിലും പറയാമായിരുന്നു ഈ ഖുർആൻ റസൂൽ എഴുതി ഉണ്ടാക്കിയതാണെന്ന് പറയാം. പക്ഷെ ഖിയാമത്ത് നാൾ വരെ വരുന്ന ഒരു നിരീശ്വരവാദിക്കും ഒന്നും പറയാൻ കഴിയാത്ത രീതിയിൽ അള്ളാഹുവിന്റെ റസൂലിനെ ഉമ്മിയാക്കിയത് ഈ ഖുർആൻ ഏറ്റവും വലിയ മുഅ്ജിസത്താക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് റസൂൽ ഉമ്മിയാകൽ റസൂലിന്റെ മഹത്വമാണെങ്കിൽ ഈ സമുദായത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഉമ്മിയാകൽ ആ വ്യക്തിയുടെ ദില്ലത്താണ്. അപ്പം ഇസ്സത്ത് ഉണ്ടാകണമെങ്കിൽ സമുദായത്തിലെ വ്യക്തികൾ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തണമെങ്കിൽ അവൻ നല്ല വിദ്യാഭ്യാസമുള്ളവനാകണം. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിലൂടെ ആദ്യമായി നമ്മളോട് കൽപ്പിച്ചത്, ഇഖ്റ, നിങ്ങൾ പഠിക്കണം, നന്നായി പഠിക്കണം, നന്നായി വായിക്കണം, എല്ലാം വായിച്ചോ, എല്ലാം പഠിച്ചോ. പക്ഷെ നിബന്ധന എന്താണ്? ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, റബ്ബിന്റെ സ്മരണയിലായിരിക്കണം, ദീൻ ഉണ്ടായിരിക്കണം, ദീനിയാകണം. എത്ര വലിയ ഡോക്ടർ നിങ്ങൾ ആയിക്കോ, എത്ര വലിയ എഞ്ചിനീയറും ആയിക്കോ, എത്ര വലിയ LLB-കാരനുമായിക്കോ, പക്ഷെ നിങ്ങൾ ആരായിരിക്കണം? ദീനിയാകണം. നിങ്ങളെ മക്കളെ നിങ്ങൾ എവിടെയും പഠിപ്പിച്ചോ, പക്ഷെ ആ മക്കൾ ദീനിയാകണം. ആ മക്കൾ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധമുള്ളവനാകണം. ദീനിന്റെ അടിസ്ഥാന നിയമങ്ങൾ അറിയാമായിരിക്കണം. വലിയ വലിയ ഡോക്ടർമാരുണ്ട് നമ്മുടെ അടുക്കൽ. നമ്മുടെയൊക്കെ മക്കൾ വലിയ വലിയ പഠിത്തമുള്ളവരാണ്, വലിയ വലിയ വിദ്യാഭ്യാസമുള്ളവരാണ്. പക്ഷെ ഖുർആനിന്റെ ഒരായത്ത് തെറ്റില്ലാതെ ഫാത്തിഹ എങ്കിലും തജ്വീദോടുകൂടി ഓതാൻ അറിയുമോ എന്ന് പരിശോധിക്കണം നമ്മുടെ മക്കളെ. നമസ്കാരത്തിന്റെ റുക്കിനാണ് ഓതൽ, ഖുർആൻ ഓതൽ. അതിൽ തെറ്റു വന്നാൽ നിസ്കാരം ബാത്തിലാവും. അപ്പൊ നിസ്കാരം ഫർളാകുമ്പോൾ ഖുർആൻ ഓതലും ഫർളാണെങ്കിൽ ഖുർആൻ ഓതാൻ പഠിക്കലും ഫർളാണ്. ഖുർആൻ ഓതൽ പഠിക്കൽ ഫർളാണെങ്കിൽ തജ്വീദ് പഠിക്കൽ ഫർള് ഐനാണ്. കാരണം അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ, അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. ഒരാൾ തജ്വീദ് പഠിച്ചില്ല, ഖലഖ എന്ന് ഓതാതെ ഹലഖ എന്ന് ഓതി, എന്നർത്ഥം വരും? ഖലഖൽ ഇൻസാന, അല്ലാഹു മനുഷ്യന്റെ മുടി പഠിച്ചു എന്നർത്ഥം വരും. നേരെ ഉൾട്ട അർത്ഥം വരും, ഏറ്റവും മോശമായ അർത്ഥത്തിലേക്ക് പോവുക. നിസ്കാരം ബാത്തിലാകാൻ അത് മതിയാകും. ഫാഹിഷായ വലിയ അർത്ഥവ്യത്യാസം വരുന്ന പദം ഓതിയാൽ നമസ്കാരം ബാത്തിലാകും. ഇപ്പൊ തജ്വീദ് പഠിക്കൽ എന്തായി തീർന്നു? ഫർള് ഐനാണ്. ഇപ്പൊ എത്ര വലിയ വിദ്യാഭ്യാസത്തിലേക്ക് വേണമെങ്കിലും നിങ്ങൾ പോയിക്കൂടൂ, പക്ഷെ നിങ്ങളുടെ മക്കളെ എത്ര വലിയ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ പഠിപ്പിച്ചുകൊള്ളൂ, പക്ഷേ ഖുർആൻ ഓതാൻ, തജ്വീദോടുകൂടി ഖുർആൻ ഓതാൻ പഠിപ്പിക്കൽ നിങ്ങളുടെ മേൽ ബാധ്യതയാണ്, നിർബന്ധമാണ്. അടിസ്ഥാന നിയമങ്ങൾ പഠിപ്പിക്കൽ നിർബന്ധമാണ്. നമസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും, നമ്മൾ സക്കാത്ത് കൊടുക്കുന്നവരാണെങ്കിൽ അതിൻ്റെയും ഒക്കെ മസ്അലകൾ നിർബന്ധമായും പഠിപ്പിക്കണം. ഇതൊക്കെ ഫർള് ഐനാണ്. ഒരു സക്കാത്ത് ഫർളാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കലും ഫർളാണ്. നോമ്പ് ഫർളാണെങ്കിൽ അതിൻ്റെ മസ്അല പഠിക്കലും ഫർളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ദീൻ ഉപേക്ഷിച്ചിട്ടുള്ള വിദ്യാഭ്യാസം അപകടമാണ്. ആദ്യത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് ഇതാണ്. രണ്ടാമത്തെ ആയത്ത്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. രണ്ടാമത്തെ ആയത്തിലൂടെ പടച്ചവൻ പറയുന്നത്, നിങ്ങൾ എത്ര വലിയ വിദ്യാഭ്യാസത്തിലേക്കും പോയിക്കോളൂ, പക്ഷെ നിങ്ങൾ ഈ വിദ്യാഭ്യാസത്തിലൂടെ അഹങ്കാരികളാകരുത്. ഈ വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങൾ അഹങ്കാരികളാകരുത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, നിന്റെ ഉള്ളിൽ ഒരു ചിന്ത വേണം. ഖാലിഖായ നിന്റെ റബ്ബ് നിന്നെ സൃഷ്ടിച്ചത് ആളുകൾ കണ്ടാൽ അറയ്ക്കുന്ന രക്തക്കട്ടയിൽ നിന്നുമാണ്. ആളുകൾ കണ്ടാൽ അറയ്ക്കുന്ന ബീജത്തുള്ളിയിൽ നിന്നും, അതിനുശേഷം അത് രക്തക്കട്ടയായി മാറി, അതിൽ നിന്നും പിന്നെ അത് മാംസപിണ്ഡമായി മാറി. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നീ വലിയ വിദ്യാഭ്യാസമൊക്കെ നേടി പാൻറ്റും കോട്ടും ഒക്കെ ഇട്ട് നീ വരുമ്പോൾ എല്ലാം കൈക്കലാക്കി ഒരു വലിയ ഫോണും ഒരു ഐഫോണും നല്ല നീളത്തിലുള്ള
പേരും ഡിഗ്രികളും വലിയ ശമ്പളവും വലിയ വീടും കാറും ഒക്കെ ആകുമ്പോൾ ദുനിയാവ് മൊത്തം നിന്റെ കൈക്കലാക്കി എല്ലാം തികഞ്ഞവനായി എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവരൊക്കെ ഒന്നുമല്ലാത്തവനാണെന്ന് വിചാരിച്ച് അഹങ്കരിച്ച് ഈ ഭൂമിയിലൂടെ നടക്കരുത്, ദീൻ ഉപേക്ഷിച്ച് നടക്കരുത്. അങ്ങനെ നടന്നാൽ നിങ്ങളുടെ അന്ത്യം വലിയ നാശത്തിലായിരിക്കും. കാരണം നിങ്ങൾ ഈ വിദ്യാഭ്യാസം നൽകിയത് അല്ലാഹുവാണ്. ഈ വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഖാലിഖായ റബ്ബിനെയാണ്. ആ ഖാലിഖിന്റെ വലിപ്പത്തെയാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ വലിപ്പം മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ചെറുപ്പം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ എത്ര നിസാരമാണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഖുറാസാനിൽ ഒരു ഗവർണർ ഉണ്ടായിരുന്നു, മുഹല്ലബ് ബിൻ അബി സഫ്ര എന്നാണ് അയാളുടെ പേര്. മുസ്ലിമാണ്, നല്ല മനുഷ്യനൊക്കെ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഗവർണറായി കഴിഞ്ഞപ്പോൾ ഒരു അഹങ്കാരം പിടിപെട്ടു. അദ്ദേഹം നാട്ടിലൂടെ വലിയ ഗമയിൽ ഉയർന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തുകൂടി ഇങ്ങനെ വലിയ ഗമയിൽ ഇങ്ങനെ നടക്കുകയാണ്. ഗവർണറായതിൻ്റെ ഗമയിൽ അദ്ദേഹത്തെ നേരിട്ട് അറിയാൻ പാടില്ലായിരുന്ന ഒരു അന്യ നാട്ടുകാരനായ മനുഷ്യൻ അയാളെ കണ്ടപ്പോൾ, ഈ നടത്തം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദീനിയായ സാധാരണക്കാരനായ മനുഷ്യൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, യാ അബ്ദുല്ലാ, ഏ മനുഷ്യ, ഇന്ന ഹാദിഹിൽ മിശ്യത മബ്ഗൂദത്തുൻ മിൻ ഖിബലില്ലാഹി വറസൂലി, ഈ നടത്തം അല്ലാഹുവിനും റസൂലിനും ഇഷ്ടമല്ലാത്ത നടത്തമാണ്, ഇത് അഹങ്കാരത്തിന്റെ നടത്തമാണ്, ഇങ്ങനെ നടക്കല്ലേ എന്ന് ഉപദേശ സ്വഭാവത്തിൽ ഈ മനുഷ്യൻ ആ മുഹല്ലബിനോട് പറയാൻ. മുഹല്ലബ് തിരിച്ചു ചോദിച്ചു, അമ്മ കാരിഫുരി, നിനക്ക് എന്നെ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്, നിനക്ക് എന്നെ അറിയാൻ പാടില്ല അല്ലേ? അപ്പോൾ ആ മനുഷ്യൻ തിരിച്ച് കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ബല, എനിക്കറിയാം, നീ ആരാണെന്ന് എനിക്കറിയാം. അവ്വലുക നുത്ഫത്തുൻ മദിറ, നിന്റെ ആരംഭം കണ്ടാലറയ്ക്കുന്ന ബീജത്തുള്ളിയായിരുന്നല്ലോ. നീ വലിയ സംഭവമാണെന്ന് പറഞ്ഞാലും നീ ആരംഭത്തിൽ എന്തായിരുന്നു? കണ്ടാലറയ്ക്കുന്ന ബീജത്തുള്ളിയായിരുന്നു. ഇന്ന് ജീവിക്കുന്ന മനുഷ്യന്മാർ എത്ര വലിയ ധനാഢ്യനാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ വിദ്യാഭ്യാസമുള്ളവനാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ ആലിമാണെന്ന് പറഞ്ഞാലും, എന്തൊക്കെയാണെങ്കിലും നമ്മുടെയൊക്കെ തുടക്കം എന്താണ്? നുത്ഫത്തുൻ മദിറ, കണ്ടാൽ അറയ്ക്കുന്ന ബീജത്തുള്ളിയാണ്. വആഖിറുക ജീഫത്തുൻ ഖദിറ, നിന്റെ അവസാനവും എനിക്കറിയാം, നിന്റെ അവസാനം ചീഞ്ഞളിയുന്ന ശവമാണ്. നീ അവസാനിക്കുമ്പോൾ, നീ മരിച്ചു കഴിഞ്ഞാൽ, നിന്നെ ഖബറടക്കിയില്ല എങ്കിൽ ആളുകൾ മൂക്കത്ത് വിരൽ വയ്ക്കുന്ന തരത്തിൽ, ആളുകൾ സഹിക്കാൻ പറ്റാത്ത നാറ്റം വരുന്ന തരത്തിൽ, ചീഞ്ഞളിയുന്ന തരത്തിൽ നീ ശവമായി തീരും. ഈ രണ്ടിൻ്റെയും ഇടയിൽ, ഈ ബീജത്തുള്ളിയുടെയും ഈ ശവത്തിൻ്റെയും ഇടയിൽ കുറേ വേസ്റ്റുകൾ ചുമക്കുന്ന വെറും ചുമട്ടുകാരൻ മാത്രമാണ് നീ. നിന്റെ ശരീരത്തിൽ നിന്നും എവിടെയെല്ലാം ഈ ഹോളുണ്ടോ അവിടെ നിന്നെല്ലാം വരുന്നത് ആരും കണ്ടാൽ അറയ്ക്കുന്ന ചില വേസ്റ്റുകൾ മാത്രമാണ്. അത് എവിടെ കൂടെയാണെങ്കിലും, കണ്ണിലൂടെയാണെങ്കിലും, മൂക്കിലൂടെയാണെങ്കിലും, മുൻപിൻ ദ്വാരങ്ങളിലൂടെയാണെങ്കിലും, എവിടെയാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നാൽ അവിടെ നിന്നും വരുന്നത് ചലമാണ്, അല്ലെങ്കിൽ രക്തമാണ്. ഇതെല്ലാം നജസാണ്, ആളുകൾ കണ്ടാൽ അറയ്ക്കുന്നതാണ്. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളത് മുഴുവനും നജസുകളാണ്, അഴുക്കുകളാണ്. ഇത്തരത്തിൽ അഴുക്കുകൾ ചുമന്നുകൊണ്ട് നടക്കുന്ന വെറും ഒരു ചുമട്ടുകാരൻ മാത്രമാണ് നീ എന്ന് പറഞ്ഞപ്പോൾ മുഹല്ലബിന് തല താഴ്ത്തേണ്ടി വന്നു. എത്ര വലിയ ഗമയൊന്നും കാണിക്കാൻ നമ്മൾ ആളല്ല. നമ്മൾ ആലോചിക്കുക, എത്ര വലിയ അഹങ്കാരത്തോടെ ജീവിക്കുന്നവനാണെങ്കിലും, എത്ര വലിയ അഹങ്കാരത്തോടെ ജീവിക്കുന്നത്, ഒരു വയറിളക്കം വന്നാൽ തീർന്നില്ലേ? എത്ര വലിയ അഹങ്കാരത്തിൽ ജീവിക്കുന്നവനാണെങ്കിലും ശരീരത്തിൽ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ ഒരു മുഴ വന്നു. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതെന്ത് ചെയ്യണം, ഇത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. തീർന്നില്ലേ? നമ്മുടെ എല്ലാ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഒക്കെ അവസാനിക്കുകയാണ്. ഇത്രയുള്ളൂ മനുഷ്യൻ. ഇത്ര നിസാരനായ മനുഷ്യനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നിന്റെ മുഴുവൻ വിദ്യാഭ്യാസവും നീ തുറന്നു പോകേണ്ടത്. അലഖിൽ നിന്നുമാണ്, ബീജത്തുള്ളിയും രക്തക്കട്ടയിൽ നിന്നുമാണ് നിന്നെ സൃഷ്ടിച്ചതെന്ന ബോധത്തിൽ അഹങ്കാരമില്ലാതെ വിനയാന്വിതനായിട്ടായിരിക്കണം നീ പഠിച്ച് മുന്നേറേണ്ടതെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ഇഖ്റ വറബ്ബുകല്ലദീ അക്റം, വീണ്ടും അള്ളാഹു പറയും, ഇഖ്റ വറബ്ബുകല്ലദീ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം. നിങ്ങൾ എന്തു വേണമെങ്കിലും പഠിച്ചുകൊള്ളൂ, എത്ര വലിയ വിദ്യാഭ്യാസവും നിങ്ങൾ നേടിക്കൊള്ളൂ, പക്ഷെ നിങ്ങൾ നന്ദിയുള്ളവരാകണം.
കാരണം റബ്ബ് നിങ്ങൾക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നു എന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നു, പഠിക്കാൻ പറ്റുന്നു. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാതിരുന്ന പലതിനെയും അള്ളാഹുവാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾ നന്ദിയുള്ളവരാകുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ അള്ളാഹുവിൻ്റെ കുദറത്താണുള്ളത്. അള്ളാഹുവാണ് ഇതെല്ലാം എനിക്ക് പഠിപ്പിച്ച് തരുന്നത് എന്ന ചിന്ത നിങ്ങളുടെ ഉള്ളിൽ എന്ന ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുകയും അള്ളാഹുവിന് ശുക്രുള്ളവരായി മാറുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ നല്ല മുത്തഅല്ലിമാകുന്നത്, നന്നായി പഠിക്കുന്നവരാകുന്നത്, നല്ല വിദ്യാർത്ഥിയാകുന്നത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ നന്നായി പഠിപ്പിക്കുന്നവരാകുന്നത്. അതാണ് വിശുദ്ധ ഖുർആനിലെ അടുത്ത ആയത്തിലൂടെ പറയുന്നത്, ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. വറബ്ബുക്കൽ അക്റം, അവിടെയൊന്നും അള്ളാഹു ഏറ്റവും വലിയ ഉദാരൻ എന്ന് പറഞ്ഞിട്ടില്ല. അക്റം എന്ന പദം അള്ളാഹു ഉപയോഗിച്ചിട്ടില്ല. വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവൻ എന്ന് പറഞ്ഞപ്പോഴാണ്, ഈ അനുഗ്രഹം എടുത്തു പറഞ്ഞപ്പോഴാണ് അള്ളാഹു അക്റം, ഏറ്റവും ഉദാരൻ എന്ന് അള്ളാഹുവിനെ കുറിച്ച് വിശദീകരിച്ചത്. അപ്പൊ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമുക്ക് പേന കൊണ്ട് എഴുതാൻ പറ്റി, നമുക്ക് പഠിക്കാൻ കഴിയാത്തത് പഠിപ്പിച്ചു തന്നു. നമ്മൾ ഇങ്ങനെ പഠിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ ദിഹിനിൽ, നമ്മുടെ തലച്ചോറിൽ ഇതെല്ലാം സേവ് ചെയ്ത് തന്നതാരാണ്? അതൊരു ശക്തിയാണ്, അത് അള്ളാഹുവാണ്. ഈ ഒരു ചിന്ത നമ്മൾ വളർത്തുകയും നമ്മൾ നന്ദിയുള്ളവരാകുകയും ചെയ്യണം. പ്രിയമുള്ളവരെ, നന്ദി ഇല്ലാത്തവരാക്കാനാണ് പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, വിദ്യാഭ്യാസം എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും നേടാം. പക്ഷേ അള്ളാഹുവിൻ്റെ ദീൻ ഉപേക്ഷിച്ചു കൊണ്ടാകരുത്, അഹങ്കാരം കൊണ്ടാകരുത്, വിനയത്തോടു കൂടിയാകണം. മൂന്നാമത്തേത് നന്ദിയുള്ളവരാകണം. നാലാമത്തെ വിഷയം, ഭൗതികമായ ലക്ഷ്യത്തിൽ മാത്രമാണ് ഇന്ന് വിദ്യാഭ്യാസം നേടുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ നിർവചനം ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. മനുഷ്യനാവശ്യമായ കാര്യങ്ങൾ, മനുഷ്യനാവശ്യമായ അറിവുകൾ കരസ്ഥമാക്കാൻ സഹായിക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു. മനുഷ്യനാവശ്യമായ അറിവുകൾ കരസ്ഥമാക്കാൻ സഹായിക്കുന്ന പ്രക്രിയ. മനുഷ്യനാവശ്യമായ ഘടകങ്ങൾ എന്താണ്? മനുഷ്യനാവശ്യമായ കാര്യങ്ങൾ എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് ദീനാണ്. പക്ഷേ ഇന്നത്തെ ഭൗതികമായി നമ്മളൊക്കെ ചിന്തിക്കുന്ന തരത്തിൽ എവിടെ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ, ഏറ്റവും ആവശ്യം ദീനില്ലെങ്കിലും പൈസ മാത്രം മതി, പണം മാത്രം മതി, ഭൗതികമായ ആഡംബരങ്ങൾ മാത്രം മതി. അത് മാത്രമാണ് ഇന്നത്തെ ഭൗതിക വിദ്യാലയത്തിലൂടെ, ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കപ്പെടുന്ന വിദ്യാലയങ്ങളിലൂടെ ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന മെസ്സേജ്. അല്ലാതെ മറ്റെന്താണ്? വിദ്യാഭ്യാസത്തിൻ്റെ ഫിലോസഫി കഴിഞ്ഞ ദിവസം ഒരു സാറ് പറഞ്ഞത് കേട്ടു. വിദ്യാഭ്യാസത്തിൻ്റെ ഫിലോസഫി എന്താണ്? ജീവിതത്തിൻ്റെ റിയാലിറ്റിയിൽ നിന്നും, അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ പച്ചയായ ജീവിതത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ഏറ്റവും മൂല്യവത്തായ ഒരു ജീവിതത്തിലേക്ക് എത്തിക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ജീവിതത്തിൻ്റെ റിയൽ ജീവിതത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിനെ പഠന വിഷയമാക്കി ഏറ്റവും മൂല്യമായ സ്വഭാവങ്ങളിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? മനുഷ്യന്റെ ഉള്ളിൽ നല്ല നല്ല മൂല്യങ്ങൾ, നല്ല നല്ല സ്വഭാവങ്ങൾ ഉണ്ടാകുക എന്നതാണ്. നല്ല നല്ല സ്വഭാവങ്ങളും മൂല്യങ്ങളും ഉണ്ടാകുക എന്നതാണ്. ഇന്നത്തെ ഭൗതിക വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് മൂല്യങ്ങളാണ് ഉണ്ടാകുന്നത്? അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മൂല്യങ്ങൾ പഠിപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുക. യഥാർത്ഥത്തിൽ അവിടെയൊക്കെ പഠിപ്പിക്കപ്പെടുന്നത്, ഇന്നത്തെ പ്രത്യേകിച്ച് PM ശ്രീ പോലെയുള്ള വിദ്യാഭ്യാസ പദ്ധതികളിലൂടെ ലക്ഷ്യമിടുന്നത് ഇസ്ലാമിൻ്റെ അടിത്തറയെ, ഇസ്ലാമിൻ്റെ വേരിനെ ഈ ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. NEP എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെ വർഷങ്ങളായി നമ്മുടെ കരിക്കുലത്തിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകത്തിൻ്റെ ഉള്ളിൽ ഇസ്ലാമിക വിരുദ്ധതയും മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഭീകരവാദിയും വലിയ വലിയ അക്രമികളുമാക്കിക്കൊണ്ടുള്ള പാഠപുസ്തകങ്ങളിലെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ തരത്തിൽ മുസ്ലിമീങ്ങളെ അരികുവൽക്കരിക്കാനും മുസ്ലിമീങ്ങളുടെ വേരുകൾ, മുസ്ലിമീങ്ങളുടെ അടിസ്ഥാനം ഇന്ത്യയിൽ നിന്നും എടുത്തു കളയാനും അതിനെ നശിപ്പിക്കാനും മുസ്ലിമീൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കരിക്കുലവും പുസ്തകങ്ങളുമാണ് ഇന്നത്തെ പാഠപുസ്തകങ്ങളിൽ നിറയ്ക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ നിന്നും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളായി മാറുകയാണ്. ഇസ്ലാമിൻ്റെ മൂല്യങ്ങളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ വിദ്യാർത്ഥികളെ
യഥാർത്ഥത്തിൽ നമ്മൾ ആ വിദ്യാർത്ഥികൾക്ക് വീണ്ടും വീണ്ടും മറ്റ് ട്യൂഷനുകളും കൊടുത്ത് അതിനെ വീണ്ടും വീണ്ടും മറപ്പിക്കുന്നതിന് പകരം നമ്മൾ എന്താണ് സ്കൂളിലേക്ക് വിടുകയാണെങ്കിൽ, സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം ആ പുസ്തകങ്ങളിൽ വരുന്ന കുഫറിന്റെ, ഷിർക്കിന്റെ, ഇസ്ലാമിക വിരുദ്ധതയെ ശരിക്കും മനസ്സിലാക്കി അതിനെ തിരുത്തി കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ കൂടി നമ്മൾ സൃഷ്ടിക്കണം. ഇത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ഈ കുട്ടികൾ കുഫറിലേക്ക് എത്തുകയാണ്, വളരെ മോശമായ സ്വഭാവങ്ങളിലേക്ക് എത്തുകയാണ്. ആണും പെണ്ണും കലർന്നിട്ടുള്ള ഈ ക്ലാസ് മുറിയുടെ ഉള്ളിൽ ഈ അവസ്ഥയിലൂടെ ഈ കുട്ടികളുടെ സ്വഭാവങ്ങൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത തരത്തിൽ, ആരെയും കൊല്ലാൻ മടിയില്ലാത്ത തരത്തിൽ, സുഖകരമായ ഭൗതികമായ ആഡംബര ജീവിതങ്ങൾക്ക് വേണ്ടി എന്ത് മോശത്തരവും ചെയ്യാൻ കഴിയുന്ന തരത്തിൽ കുട്ടികളുടെ മാനസികാവസ്ഥ മാറിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പേരിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ ഇന്നത്തെ നിലവിലത്തെ അവസ്ഥ വളരെ പരിതാപകരമായ, അപകടകരമായ നിലയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കണം. എന്നിട്ട് നമ്മുടെ കുട്ടികൾ അതിൽ നിന്നും പൂർണ്ണമായും മാറ്റാനൊന്നും പറയുന്നില്ല, പക്ഷേ ആ കുട്ടികളെ അവരുടെ ആ പുസ്തകത്തിലുള്ള ഇസ്ലാമിക വിരുദ്ധത ശരിക്കും മനസ്സിലാക്കി അവരതിനെ തിരുത്താൻ നമ്മൾ തയ്യാറാകണം. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്ന ലാസ്റ്റത്തെ കാര്യം ഒറ്റ കാര്യമേ ഉള്ളൂ. പണത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട്, ഭൗതികതയെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് പഠിപ്പിക്കുന്ന ഈ വിദ്യാഭ്യാസ രീതിയെ, ഈ വിദ്യാഭ്യാസത്തെ നമ്മൾ മാറ്റണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് കാര്യമായ ദീനിയായ വിദ്യാഭ്യാസം, നന്നായി ദീനിയായ തർബിയത്ത്, ദീനിയായ സ്വഭാവ മൂല്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ നിർബന്ധമായി നമ്മൾ സൃഷ്ടിച്ചേ മതിയാവൂ. നമ്മളും ഈ തരത്തിൽ ഖുർആനിൻ്റെ, ഹദീസിൻ്റെ അതിൻ്റെ അധ്യാപനങ്ങളിലൂടെ സഞ്ചരിച്ച് നല്ലൊരു രീതിയിലേക്ക്, മൂല്യങ്ങളിലേക്ക്, സ്വഭാവങ്ങളിലേക്ക് എത്താനുള്ള ശ്രമം ഈ കാലത്തും ഏത് പ്രായത്തിലും വിദ്യാഭ്യാസം നുകരാൻ ഒരു പ്രശ്നവുമില്ല. ഖദീജ റളിയല്ലാഹു തആല അൻഹ മുസ്ലിമായത് 50-ാമത്തെ വയസ്സിലാണ്, അവർ വിദ്യാർത്ഥിയായതും 50-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഏത് പ്രായക്കാർക്കും, ഏത് മനുഷ്യർക്കും ഇസ്ലാമിക വിദ്യാഭ്യാസം നേടാനുള്ള അവസരങ്ങൾ നിലവിൽ നമ്മുടെ ഈ അൽ-ഉസ്വയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം പ്രയോജനപ്പെടുത്തി നന്നായി കൂടുതൽ പഠിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ, ഖാലിഖായ റബ്ബിനെ മനസ്സിലാക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടെ എന്നെ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.